എന്നെ നോക്കാനും ഇതിന് വേണ്ടി നല്ല സ്നേഹവും ഇതുള്ള ഇതിന് ആയിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയരുത്, നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരേൻ്റെ അടുത്തുള്ള ലൂർദ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വന്നത് സോൺ എസ് ജോർജിനെ കാണാനാണ്. സോണിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. സോണും അമ്മയും കൂടെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക് വന്നു. അപ്പോൾ ആരോ ഉള്ളിൽ നിന്ന് തള്ളിയിട്ട് സോണും അമ്മയും പുറത്തേക്ക് തെറിച്ച് വീണു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെല്ലാം ട്രെയിനിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചതിലൊക്കെ തൂങ്ങിപ്പിടിച്ചൊക്കെ യാത്ര ചെയ്യുന്നില്ലേ, എത്രമാത്രം ഡേഞ്ചറാണെന്നറിയോ ഈ കാരുന്ന കോണീൻ്റെ അടുത്ത് നിൽക്കൽ. ഒരിക്കലും ആരും അങ്ങനെ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അമ്മയും സോണും കൂടെ തെറിച്ച് വീണിട്ട് ഭാഗ്യം കൊണ്ട് അമ്മക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷേ സോണിൻ്റെ കഴുത്ത് ചെറിയൊരു ആട്ടം, ഇങ്ങനെ ഒരു ഷിവറിങ് ഉണ്ട് കഴുത്തിന്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾ ഡയാലിസിസ് ടെക്നീഷ്യനാണ്, തമിഴ്നാട്ടിലാണ്. ഇവിടെ കന്യാകുമാരിയൊക്കെ അടുത്താണല്ലോ. അപ്പോൾ കന്യാകുമാരീൻ്റെ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്താണ്. അത് നമുക്ക് കറക്റ്റ് ഏരിയ സോണിനോട് ചോദിക്കാം. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വേറെ വീടും വാടക കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ഇവരുടെ ഫാമിലിയൊക്കെ പിന്നെ വലിയ സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ഇതിലുള്ള ഫാമിലി കാര്യങ്ങളൊക്കെയാണ്. കുടുംബങ്ങൾ, അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ ഫാമിലിയൊക്കെ നല്ല ഫാമിലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചന വരിക എന്നുള്ളതാണ് കേട്ടോ. ബാക്കി നമുക്ക് അവരോട് സംസാരിക്കാം. കാണുന്നതാണ് സോണിൻ്റെ വീട്. ഇത് റോഡ് സൈഡിലാണ് വീട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് സോൺ കേട്ടോ. എന്തൊക്കെയാണ് വിശേഷം? അങ്ങനെ പോകുന്നു. സുഖമല്ലേ? അതെ, ഇതാണ് സോണിൻ്റെ ബുദ്ധിമുട്ട്. തലയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ഷെവറിങ് ആണ്. ആൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. BSc ഒക്കെ കഴിഞ്ഞ് MScയും കഴിഞ്ഞതാണ് അല്ലേ? അതെ, MSc ഡയാലിസിസ് ടെക്നീഷ്യൻ. MSc ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ആ ഒരു ട്രെയിൻ യാത്രയിൽ സംഭവിച്ചതാണ് ഈ ഒരു ബുദ്ധിമുട്ട്. സോൺ ഇരുന്നോ? ഓരോ വീട്ടിലേക്കും നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അത്രയും പ്രതീക്ഷയോടെയാണ് ഓരോരുത്തർ നമ്മളെ കാത്തു നിൽക്കുന്നതും വീഡിയോൻ്റെ മുമ്പിൽ വരുന്നതും ഒക്കെ. ഇതുകൊണ്ട് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കൈവിടരുത് കേട്ടോ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എടുക്കുന്ന വീഡിയോ അല്ല. സോണിന് പറ്റിയ ഒരു വധു നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്ത് തരിക തന്നെ വേണം കേട്ടോ. അത്രക്കും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ എടുക്കുന്ന വീഡിയോ ആണ്. ഇവർക്ക് അത്രയും പല രീതിയിലും കല്യാണം നോക്കിയിട്ട് റെഡിയാവാത്തതുകൊണ്ടാണ്. ഇത്രയും വേറെ സാമ്പത്തികമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ പെൺകുട്ടികൾക്ക് കാണുമ്പോഴുള്ള ഈ ഒരു ഷിവറിങ് കാര്യമൊക്കെ കാണുമ്പോൾ ഒരു മുമ്പോട്ട് വരാൻ മടിക്കുകയാണ്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികൾ എവിടെയാണെങ്കിലും കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും നമ്മൾ കണ്ടെത്തണം. ബാക്കി നമുക്ക് സോണിനോട് കാര്യങ്ങൾ ചോദിക്കാം. സോണേ, ജോലി ചെയ്യുന്നത് എവിടെയാ? ഞാൻ തമിഴ്നാട്, നാഗർകോവിൽ അല്ലേ? നാഗർകോവിലാണ് വർക്ക് ചെയ്യുന്നത്. കഴുത്തിന് വേദന എന്തെങ്കിലും വരാറുണ്ടോ? ഇവിടെ നെക്കിൻ്റെ ഇവിടെ പെയിൻ ചില സമയങ്ങളിൽ വരാറുണ്ട്. അല്ലാതെ വേറെ ഇല്ല. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല. കഴുത്ത് വേദനയാണ്. കഴുത്ത് താഴേക്ക് താഴ്ത്താനോ അതിനൊന്നും കുഴപ്പമില്ല? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ സ്പൈനൽ കോഡിൻ്റെ ഇവിടെ ഒരു വേദന, ട്രെയിനിൽ വീണതിൻ്റെ അടിച്ചതിൻ്റെ വേദനയാണ്. അതെ, എത്രയോ ഭാഗ്യവാനാണ്. കാരണം ട്രെയിനിൽ നിന്ന് തെറിച്ച് വീണിട്ട് വീൽ ചെയറിലായിപ്പോയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഭാഗ്യവാന്മാരാണ്. രണ്ടാൾക്കൊന്നും പറ്റാണ്ട് ദൈവം രക്ഷിച്ചില്ലേ. അപ്പോൾ അമ്മയും സോനുമാണ്. ഞാൻ പറഞ്ഞ പോലെ ആരും ട്രെയിനിൻ്റെ ആ വിൻഡോ ഡോർ കയറുന്ന സൈഡിൽ എത്ര സിറ്റുവേഷൻ ആണെങ്കിലും നിൽക്കരുത് കേട്ടോ. അത്രയും ഡേഞ്ചറാണത്. അപ്പോൾ എത്ര വയസ്സായി ഇപ്പോൾ? 30 വയസ്സായി. 30 തുടങ്ങി. 30 വയസ്സല്ലേ? 30 വയസ്സാണ് ആയത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം സോണേ? 23 തൊട്ട് 23 തൊട്ട് ഒരു 27 വരെയൊക്കെ നോക്കാം അല്ലേ? 27 വയസ്സ് വരെയുള്ള ആലോചനകൾ നമുക്ക് നോക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നെ നോക്കാനും ഇതിന് വേണ്ടി നല്ല സ്നേഹവും ഇതുള്ള ഇതിന് ആയിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയരുത്, നമ്മളിപ്പം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. നമ്മൾ തുറന്നു പറഞ്ഞതിന് ശേഷം പിന്നെ വന്നതിന് ശേഷം വേറെ പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ട്. അതെ, ഞങ്ങൾ അതറിഞ്ഞില്ല ഇതറിഞ്ഞില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതെ, നമ്മളിങ്ങനെ തുറന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് സോണിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു അത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ ഇപ്പോൾ പിന്നീട് ഒരു വിഷയം ഉണ്ടാവരുത്. ഒരുപാട് വർഷം നല്ല ഹാപ്പി ആയിട്ട് കുടുംബജീവിതം പോകണം.
ഇപ്പോൾ സോണിൻ്റെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഈ ഒരു ഷിവറിങ്ങിൻ്റെ കഴുത്തിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ജോലിക്ക് ദിവസവും പോകുന്നുണ്ട്, ദിവസം പോയി വരികയാണ് അല്ലേ? ഞാൻ ബൈക്കിലാണ് പോയി വരുന്നത്. ആ, ബൈക്കിലാണ് പോകുന്നത് വരുന്നതുമില്ല. ആ, ബൈക്കിലാണ് പോയി വരുന്നത് അല്ലേ? ബൈക്കിലും എനിക്ക് കാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പം കാറില്ല, ആക്സിഡൻറ്റിന് ശേഷം ഞാൻ കാർ കൊടുത്തു. ആ, കാറല്ലേ കുറച്ചുകൂടി നല്ലത്? ഞാൻ കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കാറിൽ പപ്പ മരിച്ചതിന് ശേഷം ഞാൻ കാർ കൊടുത്തു. എനിക്ക് സങ്കടം. ഡ്രൈവിങ്ങിന് വിഷയമുണ്ടോ? കാറ് അന്നത്തെ വീഴ്ചയിൽ കൈക്കും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? സ്റ്റെയറിങ് ഒരുപാട് നേരം പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബൈക്ക് പ്രശ്നമില്ല അല്ലേ? ബൈക്ക് ആകുമ്പോഴത്തേക്കും ഓട്ടിച്ചങ്ങ് പോകുന്നതാണ്. കാറാകുമ്പോൾ സ്റ്റിയറിംഗ്. അതെ അതെ അതെ. ആ, അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് അവിടത്തേക്ക്? ഇവിടെ നിന്ന് ഒരു 70-80 കിലോമീറ്റർ ഉണ്ട്. വൺ സൈഡ് മാത്രം? വൺ സൈഡ്. അപ്പോൾ അങ്ങനെ പോയിട്ട് 140 കിലോമീറ്റർ ഉണ്ട്. 140 കിലോമീറ്റർ ഡെയിലി ഓടുന്നുണ്ട്. ഓ, സോണ് ഒറ്റ മോനാണ് കേട്ടോ. 10 വർഷമായി അച്ഛൻ മരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ അത്യാവശ്യം ചെറിയ രീതിയിൽ മദ്യപാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണാലോചനകൾ വരുമ്പോൾ ആ രീതിയിലും കുറേ മുടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആൾ അങ്ങനെയുണ്ട്. കുടിയൻ്റെ മോനെ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുടക്കാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിൽ അച്ഛൻ ചെയ്ത തെറ്റിന് മകന് കല്യാണാലോചന വരാതിരിക്കുക എന്നെല്ലാം പറയുന്നവർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അത് 10 വർഷം മുമ്പ് മരിച്ച അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ ഒരു ബാഡ് കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ മുടക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ആരും അതേ പറയാനുള്ളൂ. പിന്നെ പുള്ളീൻ്റെ ഇപ്പോൾ ഒരു കല്യാണം നോക്കുമ്പോൾ സോൺ എങ്ങനെയാണെന്നുള്ളതാണല്ലോ നോക്കേണ്ടത്. പിന്നെ ഈ ഒരു ആക്സിഡൻ്റൊക്കെ നടന്നിട്ട് 3 മാസം ആകുന്നേ ഉള്ളൂ എന്ന് ഇവരിപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആൾ വണ്ടിയൊക്കെ എടുത്ത് പോയി ഒക്കെ ചെയ്തിരുന്ന. എനിക്കൊരു BMW കാർ ഉണ്ടായിരുന്നു. BMW കാർ. കൊടുത്തു. എനിക്ക് പപ്പ പോകുന്നതിന് ഇതിനു വേണ്ടി എടുത്തു തന്നതാണ്. മരിക്കുന്നതിന് മുമ്പേ എടുത്തതാണ്. അപ്പോഴത്തേക്കും ഞാൻ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഈ നല്ല സ്ട്രെയിൻ ഉണ്ടോ ഈ സ്റ്റിയറിംഗ് തിരിക്കാൻ? ചില സമയങ്ങളിൽ സ്ട്രെയിൻ വരും, ചില ആകുമ്പോഴത്തേക്കും സ്ട്രെയിൻ ഇല്ല. അതിന് എത്ര സ്റ്റിച്ച് ഉണ്ടായിരുന്നു? 45 സ്റ്റിച്ച് ഉണ്ടായിരുന്നു അല്ലേ? ആ, അപ്പോൾ കാറ് ഇപ്പോൾ ഈ ആക്സിഡൻറ്റിന് ശേഷമാണോ കൊടുത്താൽ? ഞാൻ കാർ ആക്സിഡൻറ്റിന് ശേഷമാണ് കൊടുത്തത്. ഇപ്പോൾ ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ അല്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദൂരമൊന്നും പ്രശ്നമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഏത് സ്ഥലത്താണെങ്കിലും ഞാൻ ഓക്കെയാണ്. നിങ്ങൾ RC അല്ലേ? RC കാരനാണ്. വേറെ നിങ്ങൾക്ക് എന്താ പറയാനുള്ള പെൺകുട്ടീനെ കുറിച്ച്? അങ്ങനെയുള്ള എനിക്ക് പെൺകുട്ടികളെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ എന്ന് പറയുന്നത് BSc നേഴ്സാണ്. എനിക്ക് പാരാമെഡിക്കലിൻ്റെ ഒരു BSc നേഴ്സാണെന്നാണ് ഏറ്റവും സന്തോഷം അല്ലേ? കാരണം MSc കഴിഞ്ഞ ആളാണ് അല്ലേ? BSc നേഴ്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതെ, BSc നേഴ്സ് എന്നുള്ള ഒരു നേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട ആൾക്കാരാണെങ്കിലൊന്നും നമുക്ക് വിഷയമേ അല്ല. ഒരു BSc നേഴ്സിംഗ് ഉള്ള ഒരു കുട്ടീനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് കണ്ടുപിടിച്ച് കിട്ടണം. ഇനിയിപ്പോൾ നേഴ്സ് അല്ലാത്ത ആലോചന നമ്മൾ വേറെ ഫീൽഡാണെങ്കിലും നോക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങളെ സ്ഥിരം ജോലി? ഞാൻ ഇത് സ്ഥിരമായിട്ട് ഇത് ഗവൺമെന്റ് സെക്ടറാണോ? പ്രൈവറ്റിന്റെ. ഇനിയിപ്പോൾ ആ ജോലി ഇല്ലെങ്കിലും നമുക്ക് കഴിയാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കുണ്ട് അല്ലേ? ഇപ്പം ഒരു ടവർ ഉണ്ട് അല്ലേ? വേറെ സ്ഥലത്ത് ടവർ ഉണ്ട്, ഒരു പെരേഡ് ഉണ്ട്, പിന്നെ വാടക ഇതൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ വീട്, സ്ഥലങ്ങൾ, അങ്ങനെ വാടക മുറികളൊക്കെ ഉണ്ട്. അതിൻ്റെ വാടകയും കാര്യങ്ങളെല്ലാം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഇതൊരു ജോബ്, അങ്ങനെ പഠിച്ചൊരു ജോബ് എന്നുള്ള രീതിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ട് മെഡിക്കൽ ഫീൽഡ് പഠിച്ചു. അത്ര ദൂരം അല്ലാണ്ട് ഇവിടെ അടുത്തെങ്ങാനും അത് നോക്കിക്കൂടെ? ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ ഇത് അവിടെയാണ് നല്ല, അവിടെയാണ് സ്കോപ്പായിട്ടുള്ളത്. ഡയാലിസിസ് ടെക്നീഷ്യൻ ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് അധികം ആളെ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങോട്ടാണ്, അവിടെയാണ് ഡോക്ടർ സാറ് തന്നത്. അപ്പോഴത്തേക്ക് അത് കണക്കാക്കിയാണ് ഞാൻ പോവുകയും ചെയ്യുന്നത്. അതെ 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 അതെ. അപ്പോൾ അവിടെ എത്ര വർഷമായി? ഞാൻ 4 വർഷമായി. അവിടെ 4 വർഷമായി. 4 വർഷമായി ഞാൻ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ സോണിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതൊന്നും ദൈവം സഹായിച്ചില്ല, പ്രാർത്ഥനയോടെ പെട്ടെന്ന് നടത്തി തരിക. തീർച്ചയായും സോണെ. അപ്പോൾ ഇനിയിപ്പോൾ BSc നേഴ്സിംഗ് അല്ലെങ്കിലും ഇപ്പോൾ വർക്കുള്ളവരാണെങ്കിലും വർക്കില്ലാത്തവരാണെങ്കിലും ഒക്കെ നമുക്ക് നോക്കാം. സോണിനെ മനസ്സിലാക്കുന്ന നല്ലൊരു പെൺകുട്ടി ആവുക എന്നുള്ളത് മാത്രമാണ് 27 വയസ്സിൻ്റെ ഉള്ളിലുള്ള. നമ്മൾ മാക്സിമം 27 വയസ്സ് വരെ തന്നെയല്ലേ നോക്കുന്നുള്ളൂ. അതെ, പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുടെ ഫാമിലി ആയാലും അല്ലേ, ഇപ്പോൾ ഫേമസ് ഫാമിലിയും കാര്യങ്ങളൊക്കെ ആണ്. അന്വേഷിച്ചാൽ മതി, ലൂഹ് വന്ന് അന്വേഷിച്ചാൽ മതി, ആർക്കും അറിയാം. അതെ, സഹോദരങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത്. അതെ, എല്ലാവരും ഇവിടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ.
എത്രയും പെട്ടെന്ന് നല്ലൊരു വധു വരട്ടെ, എല്ലാവരും കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, സോണ് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു വധു എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. ഇവരത്രയും പ്രതീക്ഷയോടു കൂടിയാണ് ഈ വീഡിയോൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണ് എൻ്റെ മുമ്പിലുള്ളത്. വെറുതെ വന്നങ്ങ് പോയൊരു വീഡിയോ എടുത്തങ്ങ് പോയിന്ന് ഇവർക്ക് തോന്നരുത്, നമ്മൾ വീഡിയോ എടുത്ത് ആർക്കും തോന്നരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. സോണിനെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണർ ഒറ്റ മോനാണ്, അല്ലെങ്കിൽ വേറെ വിഷയമില്ല ഈ കഴുത്തിൻ്റെ ഈ ആട്ടം എന്നുള്ളതാണ്. പിന്നെ BSc നേഴ്സ്, അത് ഒരാഗ്രഹമാണ്. സോണിപ്പോൾ MSc പഠിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു മെഡിക്കൽ ഫീൽഡിലാണല്ലോ. അപ്പോൾ ഒരു നേഴ്സിനൊരാഗ്രഹമാണ് എന്ന് വിചാരിച്ച് നേഴ്സുമാരെ മാത്രമേ നമ്മൾ നോക്കുമെന്നൊന്നുമില്ല. വേറെ ഏത് ഫീൽഡാണെങ്കിലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ വർക്കൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 27 വയസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹനിധിയായിട്ടുള്ള അവനെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ. അപ്പോൾ ആലോചനകൾ പലതും വരുമ്പോൾ ചിലത് മുടക്കാനും പിന്നെ ചിലർക്ക് സോണിനെ ഇഷ്ടമാവുന്നില്ല. ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് മുമ്പും പല ആളുകൾക്കും ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെടായ അങ്ങനെയൊക്കെ പറയാം. എന്താണ് സോണിനൊരു കുറവ്? ഞാനൊന്നും കണ്ടിട്ടില്ല ഇത്രയും സ്മാർട്ടായിട്ടുള്ളൊരു പയ്യൻ. ഇത്രയും ഒരുപാട് കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും ആയിട്ട് പോകുന്നില്ല. വർക്ക്, വീട് അല്ലേ, അങ്ങനെ ഒരു സാഹചര്യമാണ്. ഒരു വേണ്ടാത്ത ദുശീലങ്ങളൊന്നും ഇല്ലല്ലോ. കുടിക്കൂല, സിഗരറ്റ് ഒരിക്കലേ പള്ളി മാത്രമേ ഉള്ളൂ. പള്ളിയിൽ പോവുക, വീട്ടിൽ പള്ളിയിൽ പോവുക, വരിക, വേണ്ടാത്തൊരു ദുശീലങ്ങളും കാര്യങ്ങളൊന്നും അതുമില്ല. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനാണ് കേട്ടോ. എനിക്ക് പറയാനുള്ളത്, ഇവർ RC ആണ്. ഏത് ഏരിയയിലുള്ള, ഇപ്പോൾ ഇടുക്കിയിലായാലും കോട്ടയായാലും എവിടെയായാലും നമുക്ക് കുഴപ്പമില്ല. തിരുവനന്തപുരം ആയാലും തൃശ്ശൂർ, എവിടെയും നമുക്ക് കുഴപ്പമില്ല. നല്ലൊരു വധുവിനെ കണ്ടെത്താൻ എല്ലാവരും ഒന്ന് കൂടെ നിൽക്കണം. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.